പറ്റിയ അംഗങ്ങൾ, കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വിശുദ്ധ നോയമ്പിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നോയമ്പ്? നോയമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയി പ്ലസ് അമ്പ്. നോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹനം, അമ്പെന്ന് പറഞ്ഞാൽ വേദന, സഹനത്തോടു കൂടിയുള്ള വേദന. എന്ത് വേദന എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞാൻ അത് സഹിച്ചുകൊണ്ട് എൻ്റെ ക്രിസ്തുവിനായി ഞാൻ ജീവിക്കുമെന്നുള്ള ഒരു തീരുമാനത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ക്രിസ്തു പഠിപ്പിച്ച ആ ഉപവാസത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നോയമ്പ്. പരിശുദ്ധ നോയമ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ ജീവിതം ഒന്ന് പരിശോധിക്കണം. എങ്ങനെയാണ് എൻ്റെ ജീവിതം? അതായത് ഒരു വിദ്യാർത്ഥി എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും പഠിച്ചിട്ട് പരീക്ഷ എഴുതുവാൻ പോയി. എൻ്റെ ആൻസർ ഷീറ്റ് ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ അല്ല അറിയാം, പേപ്പറും പേനയും ഉണ്ട്, സമയമുണ്ട്. എന്നിട്ടും ആ പരീക്ഷ എഴുതാതെ തോറ്റുപോയ ഒരു വിദ്യാർത്ഥിക്ക് തുല്യമാണോ എൻ്റെ ജീവിതം എന്നൊന്ന് പരിശോധിക്കണം. രണ്ടാമത്, ഇഷ്ടം പോലെ പൈസയുണ്ട്, ജീവിക്കുവാനും സന്തോഷിക്കുവാനുള്ള സാഹചര്യമുണ്ട്, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളിലെല്ലാം ഞാൻ അലസനായി ജീവിക്കുന്നു എന്നുള്ള ഒരു ജീവിതം പരിശോധിക്കാനുള്ള സാഹചര്യമാണ് നോയമ്പ്. മൂന്നാമതായി, എൻ്റെ ജീവിതത്തിൽ ദൈവവചനം കേൾക്കുവാനുള്ള സാഹചര്യമുണ്ട്, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ട്, ആ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ട്. ഭയത്തോടും വിറയലോടും കൂടെ ദൈവവചനത്തെ ഉള്ളിൽ കൈക്കൊള്ളുവാനുള്ള സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ദൈവത്തെ ഭയപ്പെടാതെ എനിക്ക് ഇഷ്ടമായ രീതിയിൽ ഞാൻ ജീവിക്കുന്നതാണോ നോയമ്പ്? ഒന്ന് പരിശോധിക്കണം. ആ യഥാർത്ഥമായി ദൈവത്തെ ഭയപ്പെട്ടും അവനെ അനുസരിച്ചും ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എല്ലായ്പ്പോഴും അനുഗ്രഹിക്കപ്പെടും. പ്രിയമുള്ളവരെ, അതായത് വിശുദ്ധ നോയമ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒന്ന് പരിശോധിക്കണം. എൻ്റെ ജീവിതം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു? ഇന്ന് എങ്ങനെയാണ്? എൻ്റെ ജീവിതം അനുഗ്രഹത്തിന്റെ വക്കിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? എൻ്റെ കഴിഞ്ഞ കാല പൂർവ്വപിതാക്കന്മാർ നോയമ്പിലും ഉപവാസത്തിലൂടെയും അതിരാവിലെയും സന്ധ്യാസമയത്തും നിലവിളിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ തന്റെ ജീവിതത്തെ സമർപ്പിച്ചതിന്റെ ഫലമാണ് നമ്മളുടെയൊക്കെ ജീവിതം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടത്. അടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, അടുത്ത തലമുറയിൽ ദൈവിക സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും ഉപവാസത്തിലൂടെയും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരണം. അതിനായി ദൈവത്തെ മുറുകെ പിടിക്കണം. വിശുദ്ധ കുർബാനയിൽ നാം കേൾക്കാറുണ്ട്, ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. ഭയത്തോടും വിറയലോടും കൂടെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം കേൾക്കുമ്പോൾ ആ ദൈവവചനത്തെ ഭയപ്പെട്ട് ആ ദൈവവചനത്തെ വിറയലോടുകൂടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിനായി ജീവിക്കുമെന്നുള്ള ഒരു തീരുമാനപ്രകാരം എന്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നതാണ് ഭയത്തോടും വിറയലോടും കൂടെ സൂക്ഷിക്കുന്നത്. അങ്ങനെ സൂക്ഷിക്കുന്ന സമയത്താണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത്.